ആന വന്യജീവി ആക്രമണങ്ങൾ അതിശക്തമായി തുടരുകയാണ്. അനുവദിച്ച പണം, ബജറ്റിൽ നീക്കിവെച്ച പണത്തിൻ്റെ 65% മാത്രമേ ആ മനുഷ്യ വന്യജീവി സംഘർഷത്തിലുമായി ബന്ധപ്പെട്ട പണം ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ളെന്ന് അങ്ങയുടെ മറുപടി തന്നെ നിയമസഭയ്ക്ക് മുന്നിലുണ്ട്. ജനുവരി 31 വരെയുള്ള കണക്കുകൾ പരാജയമാവുകയാണോ? ഇന്നലെ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും സഭയിൽ ചൂണ്ടിക്കാണിക്കേണ്ടായി. പണം റിലീസ് ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ചില ഘട്ടങ്ങളിൽ നേരത്തെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നല്ലോ. ചില ഘട്ടങ്ങളിൽ ഒരു കണ്ടിജൻസി ഉണ്ടായിരുന്നു. ആ കണ്ടിജൻസി പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷത്തേക്കാൾ 52 കോടി രൂപയാണ് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ചിലവാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തന്നത്. പക്ഷേ അലോട്ട്മെൻറ്റിൻ്റെ എത്രയാണ് എന്ന് ചോദിച്ചാൽ ബജറ്റിൽ ടോട്ടൽ ബജറ്റ് ഔട്ട്ലേ എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി LDF കാലത്ത് മാത്രമല്ല, 100% ചെലവഴിക്കുന്ന ഒരു ബഡ്ജറ്റ് സാമ്പത്തിക സംവിധാനം ഈ സംസ്ഥാനത്ത് സുസ്ഥിരമായിരുന്നില്ല. ഇപ്പം മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു ഘട്ടത്തിൽ ട്രഷറി ഇത്രത്തോളം ശക്തമായി വന്യജീവി സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ പോലും 65% മാത്രം പണം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനായി ആവിഷ്കരിച്ച പദ്ധതികളൊക്കെ പാതി വഴിയിൽ കിടക്കുന്നു എന്ന് അങ്ങ് തന്നെ സമ്മതിക്കുകയല്ലേ? അല്ല, നമുക്ക് ഒരു പണം ചെലവഴിച്ചു എന്ന് കൃത്യമായി പറയണമെങ്കിൽ 100% ബിൽ പേയ്മെൻറ്റ് നടത്തിയാലേ അതുവരെ വർക്ക് നടന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചു? PWD റോഡിൻ്റെ പ്രവർത്തനം പൂർത്തിയായാലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എന്താ, അതിനുവേണ്ടി നീക്കിവെച്ച പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ബില്ല് ഹാജരാക്കി. അതൊരു സാങ്കേതികത്വം മാത്രമാണ്. ആ സാങ്കേതികത്വം ഒരു പരാജയമായി കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അങ്ങയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട് ബിഷപ്പുമാർ, അതുപോലെ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ. KPCC അധ്യക്ഷൻ തൻ്റെ പരാജയം സ്വയം സമ്മതിച്ച അധ്യക്ഷനല്ലേ. ഞാൻ വേലി കെട്ടി തോറ്റുപോയി, ഞാൻ കടന്നു വീഴിച്ചു തോറ്റുപോയി, ഞാൻ കമ്പി വേലി കെട്ടി തോറ്റുപോയി, ഞാൻ മതിൽ കെട്ടി തോറ്റുപോയി, എന്നെക്കൊണ്ട് സാധിക്കാത്തതാണോ എന്നല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തോറ്റതായി KPCC പ്രസിഡന്റ് സമ്മതിച്ചാൽ അടുത്തെന്താ പറയേണ്ടത് ഞാൻ അന്നേരം ആലോചിക്കാം. ഈ ബിഷപ്പുമാർ പറയുന്നു, ബിഷപ്പുമാരോട് എനിക്ക് വളരെ ബഹുമാനമാണ്. അവർ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, ആശ്വസിപ്പിക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ച സിദ്ധിയുള്ള ആളുകളാണെന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലൊക്കെ അത് അങ്ങനെയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ തോന്നിക്കുന്നത് അവർക്കാണ് ദോഷം. അതായത് റെമിജിയോസ് ഇഞ്ചനാനിയെ പോലെയുള്ളവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന നിലപാടാണോ താങ്കൾക്കുള്ളത്? സൂക്ഷിച്ച് എന്ന വാക്ക് ഞാനും ഉപയോഗിക്കില്ല. നല്ല വാക്കുകൾ പറയുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ പറയും. അത് താങ്കളെക്കുറിച്ച് പറഞ്ഞത് നല്ല വാക്കല്ല എന്ന് താങ്കൾ കരുതുന്നു? ആരെക്കുറിച്ചായാലും നല്ല വാക്കുകൾ പറയുന്നതാണ് തെറ്റ് തിരുത്താനും നല്ലത്. അല്ല, താങ്കൾ പരാജയപ്പെട്ടു എന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ടല്ലോ. അല്ലാതെ എന്നെ ഒരു മന്ത്രിയെ വിലയിരുത്താൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തും. പക്ഷേ സാധാരണ പൗരന്മാരിലെ കൂട്ടത്തിൽ ഞാൻ ഈ ബഹുമാന്യരായ മതമേലധ്യക്ഷന്മാരെ പെടുത്തുന്നില്ല. അവർക്ക് അത് കുറച്ചും കൂടി ഉപരിയായ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണെന്നാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത്. അത് ആ പഠിച്ചു വെച്ചത് തെറ്റിപ്പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മിനിസ്റ്ററെ, 3 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് 4 പേരെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. മലയോര മേഖലയിലെ ജനങ്ങൾ അതീവ ദുരിതത്തിലാണ്. സർക്കാർ ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നുണ്ടോ? ആ സമയത്ത് വിമർശനങ്ങൾ അത് മുഖവിലേക്കെടുക്കേണ്ടതല്ലേ? അത് കാര്യമില്ലേ? ഏത് വിമർശനത്തിൽ രാജിവെക്കണം? ബിഷപ്പിന്റെ അടക്കം അല്ലല്ല, രാജിവെക്കുക എന്ന ആവശ്യം പ്രശ്നപരിഹാരമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അതായത് ബിഷപ്പ് ഉയർത്തിയത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അങ്ങനെ ആയിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. നമ്മൾ രാജി ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി രാജിവെച്ചാൽ എൻ്റെ ഈ വകുപ്പ് പോട്ടെ, രാജിവെച്ചാൽ ഉയർന്നു വന്ന പ്രശ്നം തീർന്നോ? രാജി പ്രശ്നപരിഹാരമല്ല. രാജിവെക്കുക എന്നത് ഞങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുന്നവരാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് അംഗീകരിക്കേണ്ടതുള്ളതില്ല. എന്താണ് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ കട്ടപ്പനയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു നിർദ്ദേശം പറയാം, ഏത് നിർദ്ദേശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം ശാശ്വത പരിഹാരത്തിന്. മറ്റേത് വേലി കെട്ടണം, പിന്നെ എന്താണ്
കുറ്റിക്കാടുകൾ വെട്ടി നീക്കണം, റോഡിൻ്റെ ഇരുവശത്തും ഇതുണ്ടാക്കണം, വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കണം, ലൈറ്റുകൾ സ്ഥാപിക്കണം. ഇത് ശാശ്വത പരിഹാരമാണ്. അല്ല, ഈ പരിഹാരങ്ങൾ പോലും സമയബന്ധിതമായി ചെയ്തില്ല എന്നല്ല ഇപ്പോഴത്തെ യോഗത്തിന് ശേഷമുള്ള തെളിവ്. അല്ല, അവിടെയാണ് ഇന്നലെ ഞങ്ങൾ പ്രത്യേകമായി അടിയന്തരമായി യോഗം ചേർന്നിട്ടുണ്ട്. 10 കർമ്മപരിപാടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാനിന്നത് പരിശോധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ആ പരിപാടി 1 മാസം കൊണ്ട് എത്ര, 3 മാസം കൊണ്ട് എത്ര, 6 മാസം കൊണ്ട് എത്ര എന്ന സമയബന്ധിതമായി തീർക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. മിനിസ്റ്റർക്ക് തന്നെ ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ ഈ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നടന്നു വരേണ്ട പദ്ധതികളാണ്? ഈ പ്രഖ്യാപിച്ച 10 മിഷനുകളും അത് നടന്നില്ല എന്നുള്ളതല്ലേ? ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതൊരു 10 പദ്ധതിയായി ഇന്നലെ പ്രഖ്യാപിക്കുകയല്ലേ ചെയ്തത്? സാധാരണഗതിയിൽ നടക്കേണ്ട കാര്യങ്ങളല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും ആ തീരുമാനത്തിലുണ്ട് എന്ന് അങ്ങേക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ ജനങ്ങളോട്? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഒരു 1.5 കൊല്ലമായിട്ടാണ് ഇത്ര രൂക്ഷമായി ഈ പ്രശ്നം സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും മുമ്പിലെത്തിയിട്ടുള്ളത്, സമൂഹം അനുഭവിക്കുന്നത്. നേരത്തെയുള്ള വർഷങ്ങളിൽ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഇത്രയധികം സംഖ്യ ചെലവഴിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യ ഘടകമായിരുന്നില്ല. മിനിസ്റ്ററെ, 2016 തൊട്ട് 192 പേരെ കാട്ടാന ചവിട്ടിക്കൊന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇതിപ്പോൾ മാത്രമാണ് രൂക്ഷമായതെന്ന് അങ്ങ് പറയുന്നത്. അല്ലേ? അതെ, അങ്ങ് തന്നെ കൊടുത്ത കണക്ക്. ഞാൻ തന്നെ രൂക്ഷമായെന്നല്ലേ ഞാനും പറയുന്നത്. അല്ല. പക്ഷെ എന്നാൽ ആ 2016 മുതൽ ഓരോ വർഷവും ഇത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ ഒരു പരിശോധന നിങ്ങൾ നടത്തണം. പക്ഷേ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ അത് കൂടുതലല്ലേ? ആണല്ലോ. ഞാൻ ഇല്ലെന്നല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെങ്ങനെ വളരെ തെറ്റിദ്ധരിപ്പിക്കലല്ലോ. ഇവിടെ ഈ പ്രശ്നം രൂക്ഷമായി ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ടാണ്. നേരത്തെ അതില്ലാന്നല്ല, നേരത്തെ നമ്പർ കൂടിയിട്ടുണ്ട്. പക്ഷേ ആ നമ്പർ കൂടിയതിൻ്റെ നമ്പറിൻ്റെ കണക്കിൽ പിടിച്ചിട്ട് രക്ഷപ്പെടാനല്ല ഞാൻ നോക്കുന്നത്. നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. പരിഹാരം കാണാൻ 3 വഴികളേ ഉള്ളൂ. 1 ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിപാടി, 2 ഹ്രസ്വകാല പരിപാടി, 3 ആവശ്യമായ നിയമ ഭേദഗതി. ഇന്നലെയും കേന്ദ്രമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങളാരും എന്താ ആ പ്രശ്നം നിയമ ഭേദഗതി സാധ്യമല്ല, അങ്ങനെ ആലോചിക്കുന്നില്ല എന്നാണ് ഇന്നലെ കേന്ദ്രമന്ത്രി 5 കൊല്ലമായി ഞാനത് കേൾക്കുന്നത്. 5 കൊല്ലമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഒരു 5 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ഷെഡ്യൂൾ 1 നിന്നും ഇത്തരം മൃഗങ്ങളെ ഷെഡ്യൂൾ 2 മാറ്റി തന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? സംസ്ഥാനത്തിന് ചെയ്യാം. ഷെഡ്യൂൾ 1 പെട്ട മൃഗങ്ങളെ ചെയ്യാൻ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റുകൾക്ക് ഏതെങ്കിലും അധികാരമുണ്ടെന്ന് ആരെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തട്ടെ. പക്ഷേ ഇന്നലെ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടിയിലുള്ളത് ഇതിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ. അതെ, സംരക്ഷണത്തിനെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പം എന്താ? നമ്മൾ അധികരിച്ചു വരുമ്പോൾ കള്ള് ചെയ്യണമെന്നല്ലേ? മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ആ നടപടിയല്ലേ? ജനന നിയന്ത്രണമല്ലേ? ഈ ജനന നിയന്ത്രണം നടത്താനും സ്കള്ളിംഗ് നടത്താനും ഇപ്പോഴത്തെ നിയമം അനുവദിക്കുന്നുണ്ടെന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചാൽ മറ്റന്നാൾ ആ ഉത്തരവ്. കേന്ദ്ര സർക്കാരിന്റെ ഈ കടുംപിടുത്തം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിന് കാരണം തീർച്ചയായിട്ടും ഒരു ഫ്ലെക്സിബിലിറ്റി ഇത്തരം ഘട്ടങ്ങളിൽ തരണം. സംസ്ഥാനം സവിശേഷമായ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഉറച്ചു വെക്കുന്നത്. നിയമപരിഷ്കാരം ഇല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മിനിസ്റ്റർ, അങ്ങ് നടത്തിയ ഒരു പരാമർശം പ്രതിപക്ഷം വലിയ വിവാദമാക്കിയിട്ടുണ്ട്. അതായത് ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ടവരല്ലാതെ എന്തിനാണ് വനത്തിലേക്ക് പോകേണ്ടത്? ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വരെ വന്യജീവി സംഘർഷമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത്, ഒരു സാധാരണ പൗരന് വനത്തുള്ളിൽ കടക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ? ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് അനുവാദമില്ലാതെ കാട്ടിൽ പോകാൻ സാധിക്കുമോ? അത് വനത്തിനകത്തെന്തിനാ പോകുന്നത്? ആദിവാസികൾക്ക് പോകാം. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒഴികെ മറ്റാർക്കെങ്കിലും മന്ത്രി AK ശശീന്ദ്രന് പോകാൻ അനുവാദമുണ്ടോ? ഈ മരണങ്ങളെല്ലാം നടന്ന വനത്തിനുള്ളിലല്ലല്ലോ മിനിസ്റ്റർ. അല്ല, എന്നാൽ വനത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് പറയണല്ലോ. മിനിസ്റ്റർ, വളരെ ചുരുക്കം മരണങ്ങൾ മാത്രമാണ് വനത്തിനുള്ളിൽ നടന്നതെന്നും വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വരെ വന്യജീവി സംഘർഷം ഉണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നത്. അല്ല, അത് രണ്ടും രണ്ടല്ലേന്ന്. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? വനത്തിൽ നിന്നും വന്യജീവികൾ
നാട്ടിൻപുറങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ കൊല്ലുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. വനത്തിനകത്തെ പ്രശ്നമല്ല. അത് ക്ലബ്ബ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. നമ്മൾ എന്തിനാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളുടെ ആവശ്യം വനത്തിന് പുറത്തു വരുന്ന വന്യജീവികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വനത്തിനകത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചല്ല. പക്ഷേ വനത്തിനകത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അവർക്ക് അവകാശമുള്ള ജനങ്ങളുണ്ട്. അവിടെ വനവാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പട്ടികവർഗ, പട്ടികജാതി, ആദിവാസി മേഖല അവർക്ക് മാത്രമേ അനുവാദമില്ലാതെ പോകാൻ പറ്റൂ. വേറെ ആർക്കും അപ്പോൾ വേറെ അനുവാദമില്ലാതെ പോകുന്നത് എന്തിനാ? ഞാൻ ചോദിച്ചതാണ്. പക്ഷെ അത് ചെറിയ കണക്കല്ലേ? അല്ല, പക്ഷെ അങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് തടയേണ്ടേ നമ്മൾ. അതും ഈ പ്രശ്നത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും നമ്മൾ ഇതൊരു സമഗ്രമായി നടപ്പിലാക്കാൻ കഴിയും. നമ്മൾ കാട്ടിനുള്ളിലൂടെ പോകാൻ അനുവാദം കൊടുക്കുകയും ചെയ്യണം. വന്യമൃഗങ്ങൾ ആക്രമിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുന്നത്? ഭേദഗതിക്കായി തയ്യാറല്ലാന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നേരത്തെ സർക്കാർ ഈ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അത്തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതൊരു നല്ല നിർദ്ദേശമാണ്, നമുക്ക് ആലോചിക്കാവുന്ന ഒരു നിർദ്ദേശം. അല്ല, ഇന്നലെ ഈ ഉന്നതതല യോഗമൊക്കെ ചേർന്ന് അതിന് മുമ്പ് തന്നെ ഇതൊക്കെ വന്നതാണ്. നമ്മൾ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല ഇതുവരെ. അല്ലെന്നേ, അവരൊരു കർമ്മ പരിപാടിയാണ്. ഇന്നലത്തെ മീറ്റിംഗ് നിയമ നടപടിയല്ലല്ലോ ആലോചിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ ഈ ആഴ്ച ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ലേ ആലോചിക്കും. മറ്റേത് നിയമവിദഗ്ധന്മാരുമായി ആലോചിക്കും. കേന്ദ്ര നിയമത്തിനെതിരെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് പോകാമോ എന്ന ഒരു പ്രശ്നം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. എന്നാൽ പൗരന്മാർക്ക് പോകാം. മിനിസ്റ്റർ, അങ്ങ് പറഞ്ഞതിൽ നിന്ന് ചുരുക്കത്തിൽ വനത്തിൽ നിന്നും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ തടയാൻ ശാശ്വതമായ ഒരു പരിഹാരമില്ല. അല്ല, അത് കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അതായത് നിലവിലില്ല. നിലവിൽ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു 1/2/28 29/2/28 ശേഷം ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കാ കഴിയാം? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലേ. അപ്പോൾ ശാശ്വതമെന്ന് വാക്കില്ല, പരമാവധി പരിഹരിക്കുക എന്നുള്ളതാണ്. ലഘൂകരിക്കുക, പരമാവധി പരിഹരിക്കുകയാണ്, ലഘൂകരിക്കുകയല്ല. പരമാവധി പരിഹരിക്കുക എന്നാണ് ഞാനത് നല്ല അർത്ഥത്തിൽ ഉദ്ദേശിച്ചാണ്. സർക്കാർ ഒരുവിധ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത്തരം എന്തെങ്കിലും ആശയമുണ്ടോ? അങ്ങനെ ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ ഒന്നും എനിക്ക് കിട്ടിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇനി മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടോന്ന് എനിക്ക് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? അല്ല, ഇപ്പോഴാണല്ലോ ആദ്യമായിട്ട് അങ്ങനെയെന്ന് പറയുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നിയമസഭയിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞില്ല, നമുക്ക് ഒരുമിച്ച് ആലോചിച്ച് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദ്യം ചോദിക്കരുത്. അല്ല, അങ്ങയുടെ നിലപാട് അറിയാൻ ചോദിച്ചാൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഒരു പച്ച മനുഷ്യനായിട്ട് ചോദിക്കുക. ഇനി മേലാൽ കേരളത്തിൽ ഒരു ആത്മഹത്യയില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ കേരളത്തിൽ ഒരു മോട്ടോർ വാഹന അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും? കാരണം അതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾക്ക് അവസാന വാക്ക് പറയാൻ ആർക്കാ സാധിക്കുക? എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കാ സാധിക്കുക? പ്രതിപക്ഷ നേതാവിനെ പറയാൻ പറ്റുമോ അന്തിമമായി ഇനി നാളെ മുതൽ ഉണ്ടാവില്ല എന്ന്? അതിന് നിങ്ങൾ തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ദയവായി അത്തരം വ്യാഖ്യാനിക്കുക. നമ്മൾ ഒരു തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് തെറ്റായ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അത് വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങളല്ല, ആരുമായിട്ട് ശ്രമിക്കുന്നവർ. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി 24 എന്ന് പറയുന്ന ചാനലിൽ മാത്രമേ ഞാൻ ജീവിതാവസാനം വരെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ അങ്ങനെ ആരെ അവസാനമാക്കുക? ഞാനിത് ദൈവ നമ്മൾ മനുഷ്യന്മാരെ. ഇതൊക്കെ മിനിസ്റ്റർ പറഞ്ഞ് ഒഴിയുമ്പോഴും കാര്യക്ഷമമായ നടപടികൾ സമയബന്ധിതമായി നടക്കുക എന്നത് ഏതൊരു കാര്യത്തിനും ആവശ്യമാണ്. ഇന്നലത്തെ യോഗത്തിന്റെ തീരുമാനത്തിന് ശേഷം പോലും നമുക്ക് തോന്നിയത് ഇതൊക്കെ നേരത്തെ നടത്തി വരേണ്ട കാര്യങ്ങളല്ലേ, അത് വൈകിപ്പോയി എന്നുള്ളതാണ്. അല്ല, നമ്മൾ നോക്കേണ്ടത് നേരത്തെ വനം വകുപ്പ് കുറേ നേരത്തെ വനം വകുപ്പും ജനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു അതൊരു പ്രത്യേക ഒരു രാജ്യമാണ്. നിങ്ങൾ തന്നെ നിയമസഭാ റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ആളല്ലേ. കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് നിയമസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്ന എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ നേരത്തെ ഒരു ഉദാസീനത, മനഃപൂർവ്വമുള്ള ഉദാസീനതയല്ല, വേണ്ട, അത്രയധികം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, അത് നോർമലി കാര്യങ്ങളങ്ങനെ നടക്കുമെന്ന് പറയാം. പക്ഷേ ഇപ്പോഴാണ് പ്രശ്നം രൂക്ഷമായത്. അപ്പോൾ എന്ത് വേണം? ഒരു വേലി കെട്ടണം എന്ന് തീരുമാനിച്ചാൽ വേലി നാളെ രാവിലെ കെട്ടാൻ കഴിയില്ല. സർക്കാരിൻ്റെ പണം ചെലവഴിക്കുമ്പോൾ ടെൻഡർ വെക്കണം, നടപടികൾ സ്വീകരിക്കണം.
നിങ്ങൾ വയനാട്ടിൽ മാത്രം അന്വേഷിക്കും. വയനാട്ടിൽ 50 കോടി രൂപയിലധികം വർക്ക് ടെൻഡർ എടുക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. ഇതൊരു ദുരന്ത നിവാരണ പ്രവർത്തനം കൂടിയല്ലേ? അപ്പോൾ ഇത്തരം ടെൻഡർ മാനദണ്ഡങ്ങളുടെ കുരുക്കുണ്ടോ? അതുകൊണ്ടാണ് കേരളത്തിലെ വന്യജീവി ദുരന്തം കേരളത്തിൻ്റെ സവിശേഷതമാർന്ന ഒരു ദുരന്തമായി, സ്റ്റേറ്റ് ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ. ഇപ്പം ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നലെ യോഗം ചേർന്നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നേരത്തെ എന്തെങ്കിലും പാകപ്പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാകപ്പിഴവൊന്നുമില്ലാതെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉറച്ച നിലപാടുമായാണ് ഈ സർക്കാർ ഇപ്പോൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.